ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥനെ യാദൃശ്യമായിട്ട് കടന്നു വന്നു. അവിടെ അങ്ങനെ മരിക്കാനും എടുക്കാനൊന്നും പറ്റില്ല. ഒരു ബ്ലൈഡ് കൈവശം കിട്ടിയത് കൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ജയിലിൽ നിന്ന് പുറത്തു പോകാനൊക്കില്ല, രണ്ടുപേരെ കൂടെ ഈ ലോകത്തൊന്ന് വേർപെടുത്താനും കഴിയില്ല. എൻ്റെ വൈരാഗ്യ ബുദ്ധി നഷ്ടപ്പെട്ടതായിട്ട് തോന്നി. ആയതിനാൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തി. എങ്ങനെ? ഓർമ്മ വന്നപ്പോൾ 6 അടി സമചതുരമുള്ള ചെറിയ ഒരു റൂമിൽ ജയിലിൻ്റെ അകത്തെ തടവറയിൽ കിടക്കുക. പക്ഷെ ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ 12 മണി കഴിഞ്ഞു. അവിടെ ഓരോ മണിക്കൂർ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും. 12 മണി കഴിഞ്ഞു. ഞാൻ ചിന്തിച്ചത്, ആത്മഹത്യക്ക് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ നല്ല കാര്യമെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തത്. എല്ലാ കാര്യങ്ങളും നല്ലതെന്ന് പറഞ്ഞാണ് ചെയ്തത്. സ്ഥലം വിട്ടൊക്കെ പോയി വീട്ടുകാരെ എല്ലാം മറന്നു. അമ്മ മരിച്ചു, ഇതെല്ലാം ശരിയാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പുറത്തെ മതിലിന് അന്ന് 23 അടി ഉയരമുണ്ട്, ഇന്ന് 27 അടി ഉയരമുണ്ട്. അന്ന് 23 അടി ഉയരമുണ്ട്. അതിനകത്ത് 9 അടി ഉയരമുള്ള ചെറിയ മതിലുണ്ട്. അതിനകത്താണ് ഇരുമ്പ് ഓടാമ്പൽ കൊണ്ടുള്ള സെൽ റൂമുകൾ. 9 അടിയും ചാടി സെല്ലിൽ നിന്ന് പുറത്തു വന്ന് 9 അടി ഉയരമുള്ള മതിൽ ചാടി 23 അടി ഉയരമുള്ള മതിൻ്റെ അടുത്ത് വന്നു. ഈ ചായക്കിടയിൽ നിന്നുള്ള വെള്ളം, വേസ്റ്റ് വെള്ളം കോരിക്കളഞ്ഞ് 25 പൈസയുടെ ജോലി അന്ന് ചെയ്ത് ഭക്ഷണവും കഴിച്ച് അവിടെ വളർന്നു. കൊല്ലത്ത് സൂര്യൻ ഉദിക്കുന്ന കാണാതെ 7 രാവും 7 പകലും പോലീസ് സ്റ്റേഷനകത്താക്കി. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട വയലാർ രവി സാറ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇതാണ് ആളെന്ന് പറഞ്ഞു. പിന്നുള്ള കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. ചില നാളുകൾ കഴിഞ്ഞു. എന്നെ 1984 ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പ്രവേശിച്ചു. ഞാൻ 9 വയസ്സിൽ സ്ഥലം വിട്ടു പോയ ആളാണ്. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല സ്ഥലം വിട്ടു പോയത്. 7 വയസ്സായപ്പോൾ അമ്മ മാത്രമേ മരിച്ചുള്ളൂ, ബാക്കി എല്ലാവരും. ഞങ്ങൾ 13 മക്കളുണ്ട്. ഞാൻ നല്ല മദ്യപാനിയായിരുന്നു. 13 വയസ്സ് മുതൽ ക്ലാസ്സിൽ ചാരായം കുടിച്ച് പഠിച്ച ആളാണ്. ആദ്യം 165 പേര് ഞാൻ കിടക്കുന്ന കെട്ടിടത്തിലുണ്ട്. അവരെല്ലാവരും ഉപയോഗിക്കാനായിട്ട് ഒരു ടാങ്ക് വെള്ളം കൂടെ കിടക്കും. അവിടെയാണ് യൂറിൻ പാസ് ചെയ്യുന്നത്, പ്ലേറ്റ് കഴുകുന്നത്. അവിടെ വേറെ ആരും വന്നിരിക്കത്തില്ല. ആരും ഇരിക്കത്തില്ല, സുഖമില്ലാത്തവരെ ഇരിക്കും. മാനസിക രോഗി എന്ന് ആണല്ലോ നമ്മളെ എന്നെ കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളവരെ അവിടെ ഇരിക്കും. 33 പേര് ഉപയോഗിക്കുന്ന കക്കൂസിന്റെ വാതുക്കെ എൻ്റെ പാവുണ്ട് വെക്കുക. അവിടെ പാവുണ്ട് വെച്ച് ആ ലീഡറെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാള് ആ ബാത്റൂമിലേക്ക് കയറിയിട്ട് ബക്കറ്റ് ഇരുന്ന വെള്ളം ചുവരിലേക്ക് ഭിത്തിയിലേക്ക് ഒഴിച്ചടിച്ചു. അത് തിരിഞ്ഞ് റിട്ടേൺ വന്നത് ഞാൻ കിടക്കുന്നിടത്തേക്ക് വന്നു. പായ ഇങ്ങനെ പൊക്കി പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക, കൈകൊണ്ട് തെപ്പിയിട്ട്. ദുർഗന്ധം കാരണം കിടക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, 2 കാല് സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. നല്ല കാര്യമെന്ന് വിചാരിച്ചാണ് ഇത്. ഇപ്പൊ 2 കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാനോ എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കഴിക്കുവാനോ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. വകയൊന്നുമില്ല, വളരെ ഞാൻ സാമ്പത്തികമൊന്നും അവിടെ നേടിയിട്ടില്ല. അങ്ങനെയുള്ള കുടുംബവുമല്ല. ഒരു ദിവസം കൊല്ലത്ത് ഞാൻ ചിലവഴിക്കുന്ന പൈസ അല്ലെങ്കിൽ ആ രൂപ ഞാൻ കണക്കൂട്ടിയപ്പോൾ
ചിന്തിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നത് വരെ ഒരു രൂപയുടെ മരിച്ചിന് വാങ്ങിച്ച് കപ്പ വാങ്ങിച്ച് പുഴുങ്ങുവാൻ അല്ലെങ്കിൽ അവിച്ച് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ, അടുപ്പിൽ തീ കത്തിക്കുവാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന ഒരു ഭവനത്തിൽ ഉള്ള ഒരു പാവപ്പെട്ട ഇഴഞ്ഞ് നടക്കുന്ന, വടിയുടെ സഹായത്താൽ നടക്കുന്ന ഒരു പെൺകുട്ടിയെ ഇതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. നല്ല കാര്യമെന്ന് പറഞ്ഞു. അപ്പനെ എതിർത്തു, സഹോദരന്മാർ ജ്യേഷ്ഠന്മാരൊക്കെ എതിർത്തു. ഞാൻ അന്ന് പോകുമ്പോൾ 1800 തടവുകാർ അവിടെയാണ്. അവർക്ക് പാർക്കാനുള്ള സ്ഥലമാണത്. ഇത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമായി മാറി. എനിക്ക് തോന്നിയതാ, ഈ 90 ഏക്കർ മുഴങ്ങുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ അറിയാതെ നിലവിളിച്ചു. എൻ്റെ സാക്ഷ്യത്തിന് ആധാരമായി ഒരു വേദവാക്യം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ മൈക്കിൾ കൂടെ ഒന്ന് വായിച്ചു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. എനിക്കിതിൽ നിന്ന് എല്ലാം പറഞ്ഞ് തീർക്കാനുള്ള സമയമൊന്നുമില്ല. ലഭിച്ച സമയത്തിൻ്റെ പരിധിയിൽ നിന്ന് ഈ വായിച്ചു കേട്ട വചനത്തിനകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ അനുഭവത്തെ കൂടെ കൊള്ളിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവവചനം കേൾക്കുന്നത് വൃഥാവല്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദൈവവചനം, സത്യവചനം കേൾപ്പിക്കുന്നതിന് പണം ചിലവാക്കുന്നത് വൃഥാവല്ല. ചിലപ്പോൾ ആൾ കുറയുമ്പോഴൊക്കെ നമുക്ക് പ്രയാസം തോന്നാം. വൃഥാവല്ല. ആൾ കൂടിയില്ല എന്ന് വിചാരിച്ച് നിരാശയും വിഷവും വരും, അത് വൃഥാവല്ല. ദൈവത്തിൻ്റെ നെടുണ്ടിൽ അങ്ങനെ ഒരു വിഷയമില്ല. ദൈവത്തിനൊരു നിരാശയുമില്ല. മനുഷ്യന് മാത്രമാണ് നിരാശയുള്ളത്. എന്നാൽ മരക്കൊമ്പിൻ്റെ മുകളിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ച് ഇരുന്ന വ്യക്തിയുടെ ചെവിക്കകത്ത് ഈ സുവിശേഷം ചെന്ന് കയറിയപ്പോൾ, വചനം ചെന്ന് കയറിയപ്പോൾ അവൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി താഴെ ഇറക്കി ശുശ്രൂഷയിലായിരിക്കുന്നത് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. രൂപാന്തരം വരുത്തുന്ന ഒരു ദൈവമാണ്. എൻ്റെ സ്ഥലം പെരിങ്കിടവിളയ്ക്ക് സമീപം ആലത്തൂരാണ്. ഞാൻ 9 വയസ്സിൽ സ്ഥലം വിട്ടുപോയ ആളാണ്. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല സ്ഥലം വിട്ടുപോയെ. 7 വയസ്സായപ്പോൾ അമ്മ മാത്രമേ മരിച്ചുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 13 മക്കളുണ്ട്. ഒരാൾ മരിച്ചുപോയി ചെറുതിലെ, ബാക്കി 12 പേരും ജീവനോടെ ഉണ്ട്. ഇന്ന് ഈ 2-3 വർഷത്തിനകത്ത് വെച്ച് 2 പേർ മരിച്ചു, ബാക്കി എല്ലാവരും ജീവനോടെ ഉണ്ട്. എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലും 12 പേരുണ്ട് സഹോദരങ്ങൾ. അവരെല്ലാവരും മരിച്ചു പോയിട്ടില്ല, എല്ലാവരും ജീവനോടെ ഇന്നായിരിപ്പുണ്ട്. അത് ഞങ്ങളുടെ 2 പേരുടെയും ഭവനം ഒരു സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ ഞാൻ കൊല്ലത്ത് 9 വയസ്സുള്ളപ്പോൾ സ്ഥലം വിട്ടു, ഇവിടെ നിന്ന് പോയി. അവിടെ ചെന്ന് ഈ ചായക്കിടയിൽ നിന്നുള്ള വെള്ളം, വേസ്റ്റ് വെള്ളം കോരിക്കളഞ്ഞ് 25 പൈസയുടെ ജോലി അന്ന് ചെയ്ത് ഭക്ഷണവും കഴിച്ച്
അവിടെ വളർന്നു, കൊല്ലത്ത്. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു ചുമട്ട് തൊഴിലാളിയായി മാറി, പാർട്ടിയിലൊക്കെ ചേർന്നു. കുറെ നാളുകൂടെ കഴിഞ്ഞപ്പോൾ 62 ചുമട്ട് തൊഴിലാളികളുടെ ലീഡറായി മാറി. കുറെ നാളുകൂടെ കഴിഞ്ഞപ്പോൾ എന്തിനും ഏതിനും എവിടെയും പോകാമെന്നുള്ള ഒരാൾ സ്വാധീനം ലഭിച്ചു. 1983 ഒരു ടാക്സി ഡ്രൈവർ യൂണിയനും ചുമട്ട് തൊഴിലാളികളുമായിട്ടൊരു സംഘർഷാവസ്ഥയുണ്ടായി. അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന CB പത്മനാഭൻ സാറ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനായ ടാക്സി ഡ്രൈവർ യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയായ അദ്ദേഹം മരിക്കുവാനിടയായി. അത് മുഖാന്തരം എനിക്ക് ചില ഭാഗങ്ങളൊക്കെ നല്ല പരിചയവും സ്നേഹിതരും ഉള്ളത് കൊണ്ട് എന്നെ കസ്റ്റഡിയിലെടുക്കുവാൻ അല്പം ബന്ധപ്പെട്ടു. എന്നാൽ ഒരു വൈദികൻ എന്നെ കാണിച്ചു കൊടുക്കുവാനിടയായി. ചാത്തന്നൂരൊന്ന് സർക്കിള് ഈ വൈദികനുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ്, അമ്പൂരിക്ക് സമീപം ദ്രവ്യപ്പാറയ്ക്കടുത്ത് ഒരു ചെറുപ്പക്കാരൻ 2 പേരുമായിട്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ട് ഇടക്കാലങ്ങളിലാണ് അദ്ദേഹത്തെ കാണാനിടയായി ചായ കുടിക്കാൻ വരുന്നത്. അങ്ങനെ അവിടെ എന്നെ അന്വേഷിച്ചു വന്നു. എന്താ വൈദികനോട് ചോദിച്ച്? വൈദികന് മാത്രമേ അറിയാവൂ ആ ഇടവകയിലോ ആ പരിസരത്തോ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിവ് കിട്ടും എന്നുള്ളതാണ് അവരുടെ ധാരണ. അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. അമ്പൂരിയിൽ നിന്ന് കൊണ്ടുപോയി സൂര്യൻ ഉദിക്കുന്ന കാണാതെ 7 രാവും 7 പകലും പോലീസ് സ്റ്റേഷനകത്താക്കി. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട വയലാർ രവി സാറ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇതാണ് ആളെന്ന് പറഞ്ഞു. പിന്നുള്ള കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. ചില നാളുകൾ കഴിഞ്ഞു. എന്നെ 1984 ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പ്രവേശിച്ചു. യേശുവിനെ അന്വേഷിച്ചൊന്നുമല്ല കടന്നുപോയത് എൻ്റെ കേസിന് സാക്ഷി പറഞ്ഞ 2 വ്യക്തികളെ കൂടെ ഈ ലോകത്തൊന്ന് വേർപെടുത്തണം എന്നുള്ള ചിന്തയോടുകൂടി അതിനുവേണ്ടി അവിടെ പരിശ്രമിച്ചു. അതിനകത്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലില് പുറത്തെ മതിലിന് അന്ന് 23 അടി ഉയരമുണ്ട്, ഇന്ന് 27 അടി ഉയരമുണ്ട്. അന്ന് 23 അടി ഉയരമുണ്ട്. അതിനകത്ത് 9 അടി ഉയരമുള്ള ചെറിയ മതിലുണ്ട്. അതിനകത്താണ് ഇരുമ്പോടാമ്പൽ കൊണ്ടുള്ള റൂമുകൾ. 9 അടിയും ചാടി സെല്ലിൽ നിന്ന് പുറത്തു വന്ന് 9 അടി ഉയരമുള്ള മതിൽ ചാടി 23 അടി ഉയരമുള്ള മതിൻ്റെ അടുത്ത് വന്നു. അവിടെ വെച്ച് എന്നെ പിടിച്ചു. പിന്നീടുള്ള കാര്യം നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതിയാവും. ഓർമ്മ വന്നപ്പോൾ 6 അടി സമചതുരമുള്ള ചെറിയ ഒരു റൂമിൽ ജയിലിൻ്റെ അകത്തെ തടവറയിൽ കിടക്കുക. നമ്മളെ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിനകത്തെ തടവറയെക്കുറിച്ചൊക്കെ കേൾക്കാനുണ്ട്. അതിപ്പോഴും ഉണ്ട്. അതിനകത്ത് കിടക്കുകയാണ്. 14 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. 4-ാമത്തെ ദിവസം അവിടെ ആക്കിയ 4-ാമത്തെ ദിവസം യേശു എൻ്റെ അടുക്കൽ വന്നു. ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ യാദർശ്യമായിട്ട് കടന്നു വന്നു.
അവിടെ അങ്ങനെ മരിക്കാനും എടുക്കാനൊന്നും പറ്റില്ല. ഒരു ബ്ലൈഡ് കൈവശം കിട്ടിയത് കൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ജയിലിൽ നിന്ന് പുറത്തു പോകാനൊക്കില്ല, രണ്ടുപേരെ കൂടെ ഈ ലോകത്തൊന്ന് വേർപെടുത്താനും കഴിയില്ല. എൻ്റെ വൈരാഗ്യ ബുദ്ധി നഷ്ടപ്പെട്ടതായിട്ട് തോന്നി. ആയതിനാൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തി. എങ്ങനെ? ചിന്താഭാരം എന്നെ അലട്ടി. ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കുവാൻ പാടില്ല. 9 മണിക്ക് ശേഷം ആർക്കും അവിടെ എഴുന്നേറ്റിരിക്കുവാൻ പാടില്ല. പക്ഷെ ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ 12 മണി കഴിഞ്ഞു. അവിടെ ഓരോ മണിക്കൂർ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും. 12 മണി കഴിഞ്ഞു. ഞാൻ ചിന്തിച്ചത്, ആത്മഹത്യയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ നല്ല കാര്യമെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തത്. എല്ലാ കാര്യങ്ങളും നല്ലതെന്ന് പറഞ്ഞാണ് ചെയ്തത്. സ്ഥലം വിട്ടൊക്കെ പോയി, വീട്ടുകാരെ എല്ലാം മറന്നു, അമ്മ മരിച്ചു, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഞാൻ പ്രവർത്തിച്ചതെല്ലാം നല്ല കാര്യം. 2 കാല് സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. നല്ല കാര്യമെന്ന് വിചാരിച്ചാണ് ഇത്. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാനോ എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കഴിക്കുവാനോ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. വകയൊന്നുമില്ല, വളരെ ഞാൻ സാമ്പത്തികമൊന്നും അവിടെ നേടിയിട്ടില്ല, അങ്ങനെയുള്ള കുടുംബവുമല്ല. ഒരു ദിവസം കൊല്ലത്ത് ഞാൻ ചിലവഴിക്കുന്ന പൈസ അല്ലെങ്കിൽ ആ രൂപ ഞാൻ കണക്കൂട്ടിയപ്പോൾ ചിന്തിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നത് വരെ 1 രൂപയുടെ മരിച്ചിന് വാങ്ങിച്ച് കപ്പ വാങ്ങിച്ച് പുഴുങ്ങുവാൻ അല്ലെങ്കിൽ അവിച്ച് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ, അടുപ്പിൽ തീ കത്തിക്കുവാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന ഒരു ഭവനത്തിൽ ഉള്ള ഒരു പാവപ്പെട്ട ഇഴഞ്ഞ് നടക്കുന്ന, വടിയുടെ സഹായത്താൽ നടക്കുന്ന ഒരു പെൺകുട്ടിയെ ഇതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. നല്ല കാര്യമെന്ന് പറഞ്ഞു. അപ്പനെ എതിർത്തു, സഹോദരന്മാർ ജ്യേഷ്ഠന്മാരൊക്കെ എതിർത്തു, ഒരളിയൻ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്തു. എന്തായാലും കാര്യങ്ങൾ നടന്നു. ഇപ്പം അവരുടെ കാര്യം കഷ്ടത്തിലായി, കുഞ്ഞുങ്ങളുടെ കാര്യം കഷ്ടത്തിലായി. പ്രതികാര ചിന്ത നടക്കുന്നില്ല. അവസാനം പരാജയം ഏറ്റെടുത്തപ്പോൾ ജീവനെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അസഭ്യം പറഞ്ഞു, കിടക്കാൻ പറഞ്ഞു, കിടന്നു. മൂട്ടയെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റതെന്ന് പറഞ്ഞു. അയാൾ അനുവദിച്ചില്ല. കിടന്നുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന് രാത്രികാലം ഓരോ ചോദ്യം ഉത്തരം മനുഷ്യനോ നിയമത്തിനോ അധികാരത്തിനോ ഉത്തരം നൽകുവാൻ കഴിയാത്ത, നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിവുള്ള നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. എൻ്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നു എങ്കിൽ നിനക്ക് ഉത്തരം ലഭിക്കാത്ത ചോദ്യത്തിന് ഉത്തരം തരുവാൻ ഒരു വ്യക്തിയുള്ളൂ, അത് നസ്രയനായ യേശു ക്രിസ്തു. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അവരവരുടെ ഹൃദയത്തിനകത്ത് കടന്നു വരുന്ന ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിച്ചത്, പുറത്തു ജീവിക്കുവാൻ അനുവദിച്ചില്ല. നല്ല കാര്യം ചെയ്താണ് ജീവിച്ചത്. എൻ്റെ തോന്നലാണ് നല്ല കാര്യമെന്ന്. അകത്ത് വന്നിട്ട് മരിക്കുവാൻ അനുവദിക്കുന്നില്ല. കാരണം എന്ത്? ഇതിനുള്ള ഒരു ഉത്തരവാണ് എനിക്ക് ആവശ്യം. ഇതാ ഞാൻ ചോദിച്ചത്. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. അതിനുള്ള സമയം എനിക്കില്ലായിരുന്നു. അഥവാ ഒരല്പസമയം കിട്ടിയ ഞാൻ നല്ല മദ്യപാനിയായിരുന്നു. 13 വയസ്സ് മുതൽ ക്ലാസ്സിൽ ചാരായം കുടിച്ച് പഠിച്ച ആളാണ്. അപ്പൊ പിന്നെ അങ്ങോട്ടുള്ള യാത്ര നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ എന്തെങ്കിലും സമയം കിട്ടിയ എവിടെയെങ്കിലും മത്തനായിട്ട് കുറെ കൂട്ടുകാരുമായിട്ട് 61 ചുമട്ട് തൊഴിലാളികളുടെ ലീഡറായിട്ടൊക്കെ ആയിരിക്കുമ്പോൾ പൈസ എന്നെ കൊടുക്കണമെന്നില്ല, എനിക്ക് കുടിക്കണമെങ്കിൽ. ആ ഒരു നിലവാരത്തിൽ എത്തിച്ചേർന്നപ്പോൾ എൻ്റെ ചോദ്യം സുവിശേഷത്തിൻ്റെ ചോദ്യമല്ല, പിന്നെ ജീവിക്കുവാൻ അനുവദിക്കാത്ത കാരണമെന്ത്?
മരിക്കുവാൻ അനുവദിക്കുന്നില്ല, ജീവിക്കുവാൻ അനുവദിച്ചില്ല. അതിനൊരു ഉത്തരം 3 പ്രാവശ്യം ആ 6 അടി സമചതുരമുള്ള ചെറിയ റൂമിനുള്ളിൽ ആ ഇരുമ്പോടാമ്പല ഉള്ള ആ റൂമിൽ കടന്നു വന്നു ആ രാത്രിയിൽ. അതിൻ്റെ ഉത്തരം ഇതായിരുന്നു: നീ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് മനുഷ്യൻ നിന്നെ ശിക്ഷിച്ചു, ദൈവം നിന്നെ ശിക്ഷിക്കും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ആദ്യം ഞാൻ എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ തോന്നലാണ്. അങ്ങനെയാണല്ലോ, നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ചില തോന്നലുകളുണ്ടാവും. രണ്ടാമത്തെ ചോദ്യം, എൻ്റെ തോന്നലാണെന്ന് എൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം, നീ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് മനുഷ്യൻ നിന്നെ ശിക്ഷിച്ചു, ദൈവം നിന്നെ ശിക്ഷിക്കും, വിടുവിപ്പാൻ ആരും ഉണ്ടായില്ല. അപ്പോഴത്തെ എൻ്റെ മറുപടി, ഒരവസരവാദിയായിട്ട് ദൈവത്തെ സേവിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആരും സേവിക്കരുത്. ഒരവസരവാദിയായിട്ട് യേശുവിൻ്റെ അടുക്കൽ ആരും പോകരുത്. വ്യക്തിപരമായിട്ട് നിനക്ക് അത് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ യേശു വ്യക്തമാണ്, ശക്തമാണ്, സ്പഷ്ടമാണ്. അവൻ്റെ പ്രവൃത്തി സ്പഷ്ടമായതാണ്, അത് ശക്തമായതാണ്. ആ ബോധ്യം വന്നാൽ അവനെ സേവിച്ചാൽ മതി. അവസരവാദിയായിട്ട് സേവിക്കാനേ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ അഹങ്കാര ചിന്ത ഇത്തിരി അല്പം കൂടുതലായിരുന്നു ഈ ഒറ്റയ്ക്ക് വളർന്നു വന്നതുകൊണ്ട്. 3ാമത്തെ ശബ്ദം, നീ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് മനുഷ്യൻ നിന്നെ ശിക്ഷിച്ചു, ദൈവം നിന്നെ ശിക്ഷിക്കും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അതിന് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം അതിനു മുൻപ് ഈ 3ാമത്തെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ തറയിൽ കിടന്ന് ഉരുളുകയാണ്. എൻ്റെ ബലം ക്ഷയിച്ചു, എൻ്റെ ശക്തി ക്ഷയിച്ചു. മറുപടി പറയുവാൻ നാവില്ലാതെ, നാവ് ഉയരുന്നില്ല. ഈ കേട്ട ശബ്ദം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ കാമ്പൗണ്ട് മൊത്തം 90 ഏക്കറാണ്. അതിൻ്റെ അകത്താണ് ഈ മതില്, അത് തടവുകാർക്കായിട്ടുള്ളത്. 90 ഏക്കറിൻ്റെ അകത്ത് അത് കുറേ ഭാഗം മാത്രമാണ് ഈ മതിൽ ഉള്ളത്. അത് ഏകദേശം അതിൻ്റെ, ഞാൻ അന്ന് പോകുമ്പോൾ 1800 തടവുകാർ അവിടെ അന്നുണ്ട്. അവർക്ക് പാർക്കാനുള്ള സ്ഥലമാണത്. ഇത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമായി മാറി. എനിക്ക് തോന്നിയതാണ്, ഈ 90 ഏക്കർ മുഴങ്ങുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ അറിയാതെ നിലവിളിച്ചു, മേലിൽ പാപം ചെയ്യുകയില്ല, എന്നെ രക്ഷിക്കണമേ. എൻ്റെ ആ അസമാധാനം മാറി. ഉടനെ തന്നെ എൻ്റെ മുൻപിൽ ഒരു ചെറിയ പ്രകാശം എൻ്റെ മുഖത്തേക്ക്, എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ തോന്നി. എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അപ്പോഴറിയില്ലായിരുന്നു. പക്ഷെ അതൊരു വ്യക്തിയാണെന്ന് എനിക്ക് എൻ്റെ ഹൃദയം പറയുന്നു. നീ യേശു ആണോ എന്ന് ചോദിച്ചു. നീ യേശു ആണെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. എൻ്റെ പേര് നെൽസൺ എന്നാണ്. എൻ്റെ പേര് എഴുതുവാനും വായിക്കുവാനും എനിക്ക് അറിയുകയില്ല. നിന്റെ വചനം പഠിക്കുവാൻ നീ എനിക്ക് കൃപ തന്നാൽ, നീ അയക്കുന്ന സ്ഥാനത്ത് ഞാൻ കടന്നുപോയി നിന്നെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. ഒരു വ്യവസ്ഥ, മനുഷ്യനോട് ചോദിച്ചു വാങ്ങിയിട്ട് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയെന്ന് പറയുവാനും, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയിട്ട് മനുഷ്യനോട് ചോദിച്ചു വാങ്ങിയെന്ന് പറയാനും ഇവിടെ വരരുത്. ഞാൻ ആരോടും ഒരക്ഷരവും ചോദിക്കുകയില്ല. തരാമെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് ശബ്ദമൊന്നും കേട്ടിട്ടില്ല. ഞാനങ്ങ് ശാന്തമായി കിടന്നുറങ്ങി. 14 ദിവസത്തെ റിമാൻഡ് പീരീഡ് പോലെയാണ് ആ ഒറ്റമുറി. അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു. 33 പേര് കിടക്കുന്ന കെട്ടിടത്തിലേക്ക്, ആ റൂമിലേക്ക് കൊണ്ടു. അവിടെ നിന്ന് ആദ്യമായിട്ട് അവിടുത്തെ ബാർബർ ഷാപ്പിലേക്ക് പോകുമ്പോൾ, ഒറ്റയ്ക്കങ്ങ് പോവുകയല്ല, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അഹമ്പടിയോടെ അവിടെ കൊണ്ടുപോകുമ്പോൾ
ഏകദേശം 10-60 പേര് ലൈനായിട്ട് നിൽക്കുകയാണ് ഷേവ് ചെയ്യുന്നത്. അവര് അവിടുത്തെ വേസ്റ്റ് വാരിയിട്ടിരിക്കുന്നിടത്ത് ഒരു ചുവന്ന നാടയുള്ള ഒരു ചെറിയ പുതിയ നിയമ വേദപുസ്തകം അവിടെ കിടന്ന് കാറ്റടിച്ച് ഇങ്ങനെ പറക്കുന്നു. ചുമന്ന പഴണ്ടുള്ളതാണ്. അത് വെട്ടിയെടുത്ത് ഞങ്ങൾ അവിടെ ചീട്ട് കളിക്കാൻ എടുക്കും ജയിലിനകത്ത്. ബാക്കി ഇതിനകത്തുള്ളത് അവിടെ അവർക്ക് പുറത്തുള്ളത് മതി, അകത്തുള്ളത് അങ്ങ് കളഞ്ഞൊക്കെയാണ്. അത് വേസ്റ്റിൽ കിടക്കുക. ഈ കാറ്റടിച്ച് പേപ്പർ ഇങ്ങനെ മറിയുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് നീ പോയി എടുക്കുക എന്ന് പറയും. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ നാണക്കേട് തോന്നുന്നു. തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ നിന്നു നോക്കി. അങ്ങോട്ട് തിരിയുകയാണെങ്കിൽ എന്നെ വിളിക്കുന്നതായിട്ട് തോന്നുന്നു. കണ്ണടച്ചുകൊണ്ട് പോയി എടുത്തതുപോലെ ഞാൻ പോയി എടുത്തു. അതിൽ മത്തായിയുടെ സുവിശേഷവും വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഗവും ചില ഭാഗങ്ങൾ കീറിപ്പോയി. ഞാൻ എടുത്തത് വൃത്തിയാക്കിയിട്ട് അന്ന് മുതൽ ഈ ചുവന്ന നാട കിടന്ന ഭാഗം തുറന്നു വെച്ച് വായിക്കാൻ എങ്ങനെ അറിയാം? തുറന്നു വെച്ച് നോയിക്കൊണ്ട് ഇടും. ഒരു ദിവസം 32 പേര് ഒപ്പിട്ട് സൂപ്രണ്ടിന് ഒരു കത്ത് കൊടുത്തു. ഞങ്ങളുടെ റൂമിൽ ഒരു മാനസികരോഗി കിടക്കുകയാണ്. കാരണം എന്താണെന്നറിയാവോ? ഈ പുസ്തകം എടുക്കുമ്പോൾ ഞാൻ കരയും. അതൊരു രോഗം തന്നെയാണ്, മാനസിക രോഗം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. കരയുവാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഏതോ മിടുക്കനെന്ന് പറഞ്ഞ് ജീവിച്ച ഞാൻ എൻ്റെ പേരെഴുതുവാൻ അറിഞ്ഞൂടാ, വായിക്കാൻ അറിഞ്ഞൂടാ എന്നുള്ളത് അപ്പോഴാ ബോധ്യമാവുന്നത്. അത്ര മടയന. എൻ്റെ പാപം, ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവൃത്തികൾ ഓരോന്നോരോന്നായി ഉയർന്നു വരുവാനിടയായി. അത് ഈ വേദപുസ്തകം തുറന്ന് കമന്ന് കിടന്നുകൊണ്ട് വേദപുസ്തകം തുറന്ന് വെച്ച് കരയും. 33 രൂപ ഒപ്പിട്ട് ഒരു പേപ്പർ കൊടുത്ത് പിറ്റേന്ന് 7 പേര് എന്നെ മാനസിക രോഗികൾ കിടക്കുന്ന കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നു. 7 ഉദ്യോഗസ്ഥന്മാരല്ല, വേറെയല്ല. അതിൽ 2 സ്റ്റാർ വെച്ച കരുണാകരൻ നായർ എന്ന് പറയുന്ന ആ ജയിലർ എൻ്റെ പേരും നമ്പരും വിളിച്ചു. ഞാൻ അടുത്ത് ചെന്നു. നിന്റെ പാത്രവും പ്ലേറ്റും പായൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാനത് എടുത്തോണ്ട് വരാനായിട്ട് പോയപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. മാനസിക രോഗികൾ കിടക്കുന്ന കെട്ടിടത്തിൽ പോയാൽ പിന്നെ അവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇവനെ ഒരാഴ്ച ഇവൻ ഇവിടെ കിടക്കട്ടെ, അവൻ ശരിയായില്ലെങ്കിൽ മാറ്റിത്തരാം. 33 പേര് ഉപയോഗിക്കുന്ന കക്കൂസിൻ്റെ വാതിക്കെ എൻ്റെ പാവുണ്ട് വയ്ക്കുവാൻ. അവിടെ പാവുണ്ട് വെച്ചു. അപ്പോൾ ഈ ഒപ്പിട്ട് കൊടുത്ത അതിന് ലീഡറായിട്ട് നിന്നവർക്ക് ഒരു പ്രയാസം, കാര്യം നടന്നില്ലല്ലോ എന്ന്. ആ ലീഡറെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആ ബാത്റൂമിലേക്ക് കയറിയിട്ട് ബക്കറ്റിൽ ഇരുന്ന വെള്ളം ചുവരിലേക്ക് ഭിത്തിയിലേക്ക് അടിച്ചു. അത് തിരിഞ്ഞ് റിട്ടേൺ വന്നത് ഞാൻ കിടക്കുന്നിടത്തേക്ക് പാഞ്ഞു. പായ ഇങ്ങനെ പൊക്കി പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക, കൈകൊണ്ട് തപ്പിയിട്ട്. ദുർഗന്ധം കാരണം കിടക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ഇവിടെ കിടക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണം. അതാണ് ആദ്യം. 1.5 വർഷം അവിടെ കിടന്നു. 1.5 വർഷം എന്ന് പറയുമ്പോൾ 8 മാസം കഴിഞ്ഞപ്പോൾ ദൈവവചനം പഠിക്കുവാനുള്ള കൃപ തോന്നി. എന്നെ അന്വേഷിച്ച് 2ാമത് യേശു വന്ന് എവിടെ വന്നെന്നറിയാമോ? ഈ 33 പേര് ഉപയോഗിക്കുന്ന കക്കൂസിന്റെ വാതിക്കൽ എന്നെ അന്വേഷിച്ച യേശു ഒരു പുസ്തകം തുറന്നു വെച്ചു. ഒരു ഭക്തൻ എൻ്റെ അടുക്കലേക്ക് കിടന്നു വന്നു. മുട്ടിന്മേല് മുഴങ്കാലിലിരുന്നും കൊണ്ട് ഒരു പുസ്തകം തുറന്നു വെച്ചു. അതിൽ അക്ഷരമില്ല. അതിൽ ആദ്യം യേശു എന്ന് എഴുതി കാണിച്ചു, 2ാമത് കർത്താവ് എന്ന് എഴുതി കാണിച്ചു, 3ാമത് ദൈവം എന്ന് എഴുതി കാണിച്ചു. അക്ഷരത്തിൻ്റെ വലിപ്പം നമ്മുടെ വേദപുസ്തകത്തിൽ സത്യവേദപുസ്തകങ്ങൾ എന്നെഴുതിയിരിക്കുന്ന അക്ഷരത്തിൻ്റെ വലിപ്പമുണ്ട്. അത് 3 പ്രാവശ്യം വായിച്ചിട്ട് ഞാനും വായിച്ചു. എൻ്റെ വിരൽ പിടിച്ചു വെച്ചാൽ വായിപ്പിക്കുന്നത്. ആ ഭക്തൻ എൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റു, തലയിലൊന്ന് തടവി
വലതു തോളത്ത് 3 തട്ട് തട്ടി ആ ഭക്തൻ എന്നെ വിട്ടുമാറി. അന്ന് മുതൽ ഇന്ന് വരെ വേദപുസ്തകം വായിക്കുകയും ഈ വചനം മറ്റുള്ളവരോട് പറയുവാനും തുടങ്ങി. ആദ്യം 165 പേര് ഞാൻ കിടക്കുന്ന കെട്ടിടത്തിലുണ്ട്. അവരെല്ലാവരും ഉപയോഗിക്കാനായിട്ട് ഒരു ടാങ്ക് വെള്ളം ഇവിടെ കിടക്കും. അവിടെയാണ് യൂറിൻ പാസ് ചെയ്യുന്നത്, പ്ലേറ്റ് കഴുകുന്നത്. വേസ്റ്റ്. അവിടെ വേറെ ആരും വന്നിരിക്കത്തില്ല. ആരും ഇരിക്കത്തില്ല, സുഖമില്ലാത്തവരെ ഇരിക്കും. മാനസിക രോഗി എന്ന് ആണല്ലോ എന്നെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളവരെ അവിടെ ഇരിക്കും. എറണാകുളത്ത് പീറ്റർ എന്ന് പറയുന്ന, കതിരക്കടവിൻ്റെ അടുത്ത് പീറ്റർ എന്ന് പറയുന്ന ഒരു സഹോദരനെ വിളിച്ചിരുത്തി സുവിശേഷം പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അയാൾ പാസ്റ്ററാണ്. തൊടുപുഴയിലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാസ്റ്ററായിട്ട് അറിയപ്പെടുന്ന ഒരു പാസ്റ്ററായിട്ടാണ്. അവിടെ സുവിശേഷം ആരംഭിച്ചു. 12.5 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ഏകദേശം 120 പേരോളം ആരാധനയ്ക്കുണ്ടായി ഇതിനകത്ത്. ഇതിനകത്ത് വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി. ഈ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്നാണെന്ന്. ഇവിടെ പറയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ എന്നാ പറയുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ഒരു ജഡവും പ്രശംസിക്കാതിരിപ്പാൻ. പ്രശംസിക്കുന്നു എങ്കിൽ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ പ്രശംസിക്കട്ടെ. 12.5 വർഷം എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിച്ചു. എൻ്റെ ദേശത്ത് തന്നെയാണ് ഞാനും പാർക്കുന്നത്. അല്ല, ഒളിച്ചോടിയൊന്നും പോയിട്ടില്ല. അവിടെ നിന്ന് വന്ന മദ്യപാനികളും ചുമട്ട് തൊഴിലാളികളും എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ആരംഭിച്ചത് അവിടെയാണല്ലോ. 7 മദ്യപാനികളെ വിളിച്ചിരുത്തി ആദ്യം ഷാപ്പിൽ പ്രാർത്ഥന തുടങ്ങി. ഷാപ്പിൽ, അന്ന് ഷാപ്പായിരുന്ന സ്ഥലത്ത് പ്രാർത്ഥന ആരംഭിച്ചു. മുൻകാലങ്ങളിൽ 7 പേര് ഞങ്ങൾ ഒരുമിച്ചൊക്കെ കുടിച്ചോണ്ടിരുന്നവർ. ഞാൻ വിളിച്ചതുകൊണ്ട് വന്നല്ല, മാനസാന്തരപ്പെട്ട് വന്നതല്ല. ഇപ്പോഴും മാനസാന്തരപ്പെട്ടിട്ടില്ല. ഈ 7 പേര് മാനസാന്തരപ്പെട്ടില്ല. 2 പേര് മരിച്ചു, ബാക്കി 5 പേര് ഇപ്പോഴുണ്ട്. എന്നാൽ അവർ അത് നിഷേധിച്ചപ്പോൾ ഏകദേശം 100 പേര് മുകളിൽ ഉള്ള ഒരു ആരാധന അവിടെ ഉയരുവാനിടയായി എൻ്റെ ദേശത്ത്. IPCയിലൊക്കെ ആയെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ IPCയിലെ ഒരു സീനിയർ പാസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് പ്രവർത്തിച്ച നസ്രയനായ യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട്, യേശു ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ കടന്നു വന്നാൽ ആർക്കും അംഗീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഏതൊരു സംഘടനയ്ക്കും അംഗീകരിക്കാൻ കഴിയാതിരിക്കില്ല. അവരംഗീകരിച്ചേ മതിയാവും. എൻ്റെ ദേശത്ത് എൻ്റെ കൈ കൊണ്ട് അടി കൊണ്ടിട്ടുള്ള സഹോദരങ്ങളെ സ്നാനപ്പെടുത്തി ആരാധനയ്ക്ക് എൻ്റെ സഭയിലുണ്ട്. എന്നെ കണ്ട് പേടിച്ചു പോയ ആൾക്കാർ എൻ്റെ സഭയിലുണ്ട്. എൻ്റെ ദേശത്ത് എന്നെ യേശുവിനെ സാക്ഷീകരിച്ച് ജീവിക്കും. 4 കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ സഭയിലെ നെടുന്തൂണുകളായിട്ട് നിന്ന് പ്രവർത്തിക്കും. ബീഹാറിലൊരു മകള് ശുശ്രൂഷയിലായിരിക്കുന്നു. എന്നിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. അവനാൽ നിങ്ങൾ ക്രിസ്തുവിലിരിക്കുന്നു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിലിരിക്കുന്നു. അവൻ നമുക്ക് വീണ്ടെടുപ്പും ജ്ഞാനവും ശുദ്ധീകരണവും ആയിത്തീർന്നു. അവനിലിരിക്കുന്നവർക്ക് ശുദ്ധീകരണം നൽകുന്നത് യേശു. അവനിലിരിക്കുന്നവർക്ക് വീണ്ടെടുപ്പ് നൽകിയിരിക്കുന്നത് യേശു. ആ വ്യക്തി നിത്യശിക്ഷാവിധിയിൽ നിന്ന് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. മദ്യപാനിയാണെന്ന് നോക്കണ്ട,
ദുർനടപ്പുകാരനെന്ന് നോക്കണ്ട, കുലപാതകനെന്ന് നോക്കണ്ട. പക്ഷെ അത് നീ സമ്മതിച്ചേ മതിയാവൂ, യേശുവിനോട് ഏറ്റുപറഞ്ഞേ മതിയാവും. 12 വർഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജീവിച്ചപ്പോൾ എന്നോടുകൂടി എൻ്റെ നമ്പറിൻ്റെ ഭാഗത്തുള്ള അതേപോലെ നമ്പറുള്ള ആ പീരീഡിലുള്ള അനേകർ ജയിലിനകത്ത് ആത്മഹത്യ ചെയ്തു, ജയിലിനകത്ത് രോഗിയായി മരിച്ചു, ജയിലിനകത്ത് ഇടികൊണ്ട് ജയിലിനകത്ത് തന്നെ കിടക്കുന്നു. വളരെ ചുരുക്കം പേർ പുറത്തു പോയി. എന്നാൽ ഞാൻ പുറത്തു വന്നത് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായിട്ടാണ്. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരുവാൻ, ഏത് ചോദ്യമായിക്കൊള്ളട്ടെ, ചോദ്യത്തിന് ഉത്തരം തരുവാൻ നസ്രയനായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.